തൃശൂർ പോട്ടയിൽ ഫെഡറൽ ബാങ്ക് ശാഖയിൽ ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം. വിവരങ്ങൾ സൂരജ് സജി നൽകും. സൂരജ് സജി, ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന പോലെയുണ്ട്. കെട്ടിയിട്ട് മോഷണമോ? വിവരങ്ങൾ പറയൂ. ശ്രീനിത, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ജീവനക്കാരെ ബന്ദികളാക്കിക്കൊണ്ടാണ് ഈ ചാലക്കുടി കോട്ടയിൽ നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് തൃശ്ശൂരിൽ നേരത്തെയും ഈ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ATM റോബറി നടത്തിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ചാലക്കുടിയിൽ വരുമ്പോൾ പട്ടാപ്പകൽ ഈ ജീവനക്കാരെ ബന്ദികളാക്കിക്കൊണ്ട് മോഷണം നടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഈ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ മോഷണം നടന്നിരിക്കുന്നത്. ഇപ്പോഴും ഈ ആരാണ് വന്നത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ജീവനക്കാർക്ക് ഒരു വ്യക്തതയില്ല. മാനേജറും അതോടൊപ്പം തന്നെ മറ്റൊരു ജീവനക്കാരനും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആയുധവുമായിരുന്നു ഇവർ വന്നത്. ആയുധവുമായി വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയായിരുന്നു. മാനേജറും അതോടൊപ്പം തന്നെ മറ്റൊരു ജീവനക്കാരനുമാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു ഉച്ച സമയത്താണ് നടക്കുന്നത്. ബാക്കി ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാവരും തന്നെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയുധം ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ചാലക്കുടി പോലീസ് ഈ ബാങ്കിലെത്തി വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ചാലക്കുടി DYSP അല്പസമയത്തിനകം ഈ ബാങ്കിലേക്ക് എത്തും. ഈ ബാങ്കിലെത്തി വിശദമായ പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീനിത, എത്രത്തോളം പണവും ഒപ്പം തന്നെ സ്വർണവും ഒക്കെ അപഹരിച്ചിട്ടുണ്ട്, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ? നിലവിൽ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതായത് ഏത് തരത്തിലുള്ള എത്രത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ എത്ര രൂപയുടെ കവർച്ച നടന്നു എന്നത് സംബന്ധിച്ചൊന്നും തന്നെയുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. പക്ഷേ നിലവിൽ ഈ പോലീസ് എത്തി ഇതിന്റെ ഒരു തോത് തിട്ടപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. എന്നാൽ മാത്രമാണ്, അതായത് ഈ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതായത് നേരത്തെ തൃശ്ശൂരിൽ 3 ATMകളിൽ തുടർച്ചയായി ഈ മോഷണം നടത്തുന്ന ഞെട്ടിക്കുന്ന വാർത്ത അന്ന് നമ്മൾ കണ്ടതാണ്. അത് ഇതര സംസ്ഥാനക്കാരായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തുടർച്ചയായി തൃശ്ശൂരിൽ ഒരു ബാങ്ക് പട്ടാപ്പകൽ കൊള്ളയടിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയായി ഇതിലുള്ളത്. അതും 2 ജീവനക്കാർ. അതായത് ഇത് ഫെഡറൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ശാഖയാണ് ഈ ചാലക്കുടി. സൂരജ് പറയുന്നതനുസരിച്ച് പ്രധാനപ്പെട്ട ശാഖയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളൊക്കെ ഈ സമയം ഇവിടെ എത്തേണ്ടതല്ലേ? അപ്പോൾ ഈ സമയം ഇവിടെ മറ്റ് കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതായത് ഇത് സംബന്ധിച്ച് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ബാങ്കിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് ഈ സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക്, അതായത് ഇവർ വരുന്ന സമയത്ത് അതായത് ഇവരെ തടയാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് പക്ഷെ ഇവർ ഒരു കസേര എടുത്തിട്ട് ഈ ഡോർ ലോക്ക് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത തരത്തിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ സിനിമാ സ്റ്റൈലിൽ മാത്രം നമ്മൾ കണ്ട് ാണ് ഈ ചാലക്കുടിയിൽ നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. അത് തന്നെയാണ് അതായത് ഇവരെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് കൃത്യമായ ഒരു സമർത്ഥരായ ഒരു കൊള്ളക്കാരാണ് ഇതിന് പിന്നിൽ എന്നിപ്പോൾ ബാങ്ക് ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം.